ഇതിൻ്റെ കോർഡിനേഷനായിട്ടൊന്നും ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത, പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊരു 30 പേര് പ്ലാൻ ചെയ്തെങ്കിലും ഏകദേശം ഒരു 45. ജംബൂരി നൈറ്റ് 2023 എന്ന പ്രോഗ്രാം ഇവിടെ ഞങ്ങൾ. പിന്നെ എങ്ങനെയുണ്ട് യു കെ ലൈഫ് നാട് മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ? യു കെ ലൈഫ് എങ്ങനെയുണ്ട്? എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല, എൻജോയ് ചെയ്യുന്നുണ്ട്. ഹേ ബ്രോ നമസ്കാരമുണ്ട്. ഈ ജംബൂരി നൈറ്റിനെ കുറിച്ച്, അതായത് ആക്ച്വലി ഒരു മലയാളി കമ്മ്യൂണിറ്റി നമ്മളൊരു ബിൽഡ് ചെയ്യാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ നാട്. പിന്നെ എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ? യൂണിവേഴ്സിറ്റി കുഴപ്പമില്ല, കോഴ്സ് കഴിഞ്ഞായിരുന്നു, ഇപ്പോൾ PSW നിൽക്കുന്നു. സോഷ്യൽ മീഡിയ ഇന്ന് നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. ആദ്യമായി മോവേഷനെ നമ്മൾ അതിന് അഭിനന്ദനങ്ങൾ നൽകുന്നു. പൊതുവെ തുടങ്ങാണ്, പക്ഷേ ഞാൻ മൈക്കൊന്നും ഇതുവരെ സംസാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പേടിയുണ്ട്. ഈ ഒരു അപ്പോൾ ചിത്ര, ദക്ഷ, ഹലോ, എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാ പോകുന്നത്? അതൊക്കെ ആളുണ്ട്. അപ്പോൾ പോവല്ലേ, തകർക്കാം. അപ്പോൾ നമ്മൾ പിക്കാർലിയാണ് കേട്ടോ. പിക്കാർലിയിൽ പ്രോപ്പർ വൈബായിട്ടുള്ള സ്ഥലമാണ്. ഇത് ബ്രിട്ടാനിയ ഹോട്ടലാണ് കേട്ടോ, ഒരു 3 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഈ ഹോട്ടലിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിനടുത്ത് കയറും കേട്ടോ. എൻട്രൻസ് ഒക്കെ ഏത് വഴിക്കാന്ന് എനിക്ക് അതെ തന്നെയാണ് എൻട്രൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഘാടകരൊക്കെ വഴിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് കയറി ഏത് വരുന്നത് അവർ വരട്ടെ. ഞാൻ ഒരു മിനിറ്റ് ഇപ്പോൾ വരാം, ചോദിച്ചിട്ട് വരാം. ഹലോ, അപ്പോൾ പോവാം, നമുക്ക് കിടക്കാം അകത്തേക്ക് അല്ലേ? ഞാൻ ഒരു വരാം. ഇല്ല കയറാം, അകത്ത് കയറാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വരാം. ഓക്കെ, അത്രയും കയറാം, അകത്ത് കയറാം. ഈ വഴിക്ക് അങ്ങോട്ട് പുഷ് ചെയ്യും. അപ്പോൾ നമ്മളങ്ങോട്ട് പോകണേ. പ്ലസ് 2 സോ ഹോട്ടൽ ഗായ്സ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മൾ പാർട്ടി ഹാളിലേക്ക് പോവാണ്. നമുക്കിവിടെ സെക്യൂരിറ്റി ഗാർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. വലിയ ഹോട്ടലാണ് കേട്ടോ, 3 സ്റ്റാർ ഹോട്ടലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോവാണേ കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി ഹോട്ടൽ കേട്ടോ, നല്ല വൈബാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ബാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കയ്യിൽ ടാഗ് കെട്ടിയിട്ട് അകത്ത് കയറ്റി വിടുന്നത്. ഇതാണ് നമ്മുടെ പാർട്ടി ഹാള്. ഓക്കെ, സോ വി ആർ ഗോയിങ് ഇൻസൈഡ്. താങ്ക് യു. ഹലോ, താങ്ക് യു. സോ ഇതാണ് നമ്മുടെ പാർട്ടി ഹാൾ കേട്ടോ. നമ്മൾ വലിയ പാർട്ടി ഹാള്, നമ്മുടെ ഈ പാർട്ടി ഹാൾ അത്യാവശ്യം നമ്മൾ 50 പേർക്ക് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെറിയൊരു പ്രോഗ്രാം, നമ്മളിത് പ്ലാൻ ചെയ്തതല്ല, പെട്ടെന്ന് നമ്മുടെ തലയിൽ കയറിയിട്ട് ഇപ്പോൾ നമ്മൾക്ക് അത് എന്നാൽ വിടേണ്ട ആ ഒരു ചൂട് കൂടി നമ്മുടെ സംഘാടകരെല്ലാവരും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും അതിൻ്റെ കൂടെ അങ്ങോട്ട് നിന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, ആൾക്കാർ വരുന്നേ ഉള്ളൂ, ആൾക്കാരെല്ലാം വരുന്നേ ഉള്ളൂ കേട്ടോ. അതിന് മുമ്പ് നമ്മൾ നേരത്തെ കാലത്ത് വരണമല്ലോ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെല്ലാം. അതുപോലെ തന്നെ ഇവിടെ ബാർ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് അടിക്കാം, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഹേ ഗൈസ്, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ വന്നിരിക്കുകയാണല്ലോ. സോ ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് പേര് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളവരൊക്കെ ചെറിയ രീതിയിലൊന്ന് ഇൻ്റർവ്യൂ ചെയ്യാം. ഒന്ന്, ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് ഇവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം ഇവർ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി, ഇപ്പോൾ വന്നവരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റിയ അവസരമല്ലേ? മിസ് ചെയ്യണോ? വേണ്ട. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സംഘാടകരിൽ ഒരാളായ നമ്മുടെ രജു ബ്രോ ആണ്. അപ്പോൾ ചേട്ടാ, എന്താണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും പിന്നെ അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ജസ്റ്റ് എന്ന് പറയും, ജംബൂരി നൈറ്റിനെ കുറിച്ച്. ജംബൂരി നൈറ്റ് 2023 എന്ന പ്രോഗ്രാം ഇവിടെ
ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ഇംഗ്ലണ്ടിലെ മലയാളീസ് എന്നിവരായിട്ടൊരു ഗ്രൂപ്പുണ്ട്. ഞങ്ങളിവിടെ കൊറോണ കാലഘട്ടത്തിലൂടെ വന്ന കുറച്ച് ഞങ്ങളിവിടെ കൊറോണ കാലഘട്ടത്തിൽ ഇവിടെ വന്ന കുറച്ച് ആളുകളാണ്. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിലൂടെ വന്നപ്പോൾ സൗഹൃദങ്ങളൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ജോലി കാര്യങ്ങൾ അത്തരം ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്കൊരു തോന്നലുണ്ടായത് ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യണമെന്ന്. അങ്ങനെ ആ കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ട് അന്ന് 4 പേരായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. അതൊന്നൊരു 100 അധികം പേരുള്ളൊരു ഗ്രൂപ്പായി വളർന്നു. ചെറിയൊരു കമ്മ്യൂണിറ്റി വിജയമാണത് ശരിക്കും. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഫോം ചെയ്യുന്നതിൻ്റെ ആദ്യ പടിയായിട്ടാണ് നമ്മളിവിടെ ജംബൂരിനായിട്ട് 2023 പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നത്. ജസ്റ്റ് സ്റ്റാർട്ടിങ് ബിഗിനിങ് ആണ്. ഇറ്റ്സ് എ ബിഗിനിങ്. പിന്നെ ഇതിൻ്റെ തുടർച്ചകളായിട്ട് ഒരുപാടുണ്ടായിരിക്കും. കാര്യം ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുടെ പല നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ജോലി അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് അഡ്വൈസും കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ള പല ആളുകൾക്കും പല മേഖലയിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ അഡ്വൈസും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഒരു പരസ്പര സഹായം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗ്രൂപ്പാണ്. അതൊരു കമ്മ്യൂണിറ്റി. നമ്മുടെ നാട്ടിലെങ്ങനെയായിരുന്നു, നമ്മുടെ നാട്ടിലെ കാടും മലയും പുഴയൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിൽ പ്രവാസിയായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ആ ഒരു മലയാളിത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ കുറച്ച് സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്. സ്റ്റുഡൻസിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടുത്തുക. പിന്നെ എങ്ങനെയുണ്ട് യു കെ ലൈഫ് നാട് മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? തീർച്ചയായിട്ടും നാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും നാട് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ അത്ര നാട് മിസ് നമ്മുടെ ഈ ഗ്രൂപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ നാട് വിട്ട് നാട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഒരാളും ഇല്ല. ഒരു എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ വിളിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഏകദേശം 100 പേരിലേക്ക് വളർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല മേഖലകൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടും. ഇനി അടുത്തൊരാൾ ഇൻ്റർവ്യൂ ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് ഒന്ന് ഫേസ് കാണിച്ചേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജംബൂരിനായിട്ട് യു കെ ലൈഫ് എങ്ങനെയുണ്ട്? യു കെ ലൈഫ് എങ്ങനെയുണ്ട്? ഓക്കെയാണ്, കുഴപ്പമില്ല. എൻജോയ് ചെയ്യുന്നുണ്ട്. ഹേ ബ്രോ നമസ്കാരമുണ്ട്. അത് കുഴപ്പമില്ല, അത് സെറ്റാക്കാം നമുക്ക്. അത് സെറ്റാക്കാം. ഇങ്ങോട്ട് ഞാൻ ചോദിച്ചോട്ട്. ബ്രോ സ്റ്റുഡൻ്റ് ആയിട്ടല്ലേ വന്ന്? അല്ല, ഞാൻ ഡിപ്പെൻഡൻ്റ് വന്നത്. സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡ് ആയിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ. ഓക്കെ. ഇപ്പോൾ എവിടെ ഇങ്ങനെ സെറ്റായോ? കെയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാം കിട്ടി പ്രോഗ്രാമിൽ പാടാനായിട്ട് പോകുന്നുണ്ട്. വെരി ഗുഡ്. നാട്ടിൽ പാടാൻ പോകുന്നുണ്ടോ? നാട്ടിൽ പോയിരുന്നു. ഞങ്ങൾ പിന്നെ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഓക്കെ. അങ്ങനെ കാര്യങ്ങൾ. ഇപ്പോൾ വർക്ക് വിസ കിട്ടി സെറ്റായിരുന്നു? വർക്ക് വിസ കിട്ടി. ഇപ്പോൾ എടുത്തിട്ട് 6 മാസമായി. പുള്ളിക്കാരത്തി സാൽഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. കോഴ്സ് കഴിഞ്ഞു. ഹേ ബ്രോസ്, അപ്പോൾ ഞാനിത് നിങ്ങൾ സംസാരത്തിൽ ഇടപെടുവാണേ. ഓക്കെ. ഈ ജംബൂരി നൈറ്റിനെ കുറിച്ച്, അതായത് ആക്ച്വലി ഒരു മലയാളി കമ്മ്യൂണിറ്റി നമ്മളിവിടെ ബിൽഡ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ നാട് വിട്ട് നാട് വന്നിരിക്കുന്നതാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പലർക്കും ഞാൻ വന്നല്ലോ ഞാൻ വിളിച്ചിട്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ നാട്ടിലിവിടെ പല ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഒരു ആവശ്യം വരുവാണെങ്കിൽ വിളിക്കാൻ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? വന്നപ്പോൾ ഒരു മീറ്റപ്പ് പോലെ എന്താണെന്ന് നോക്കാമെന്ന് കരുതി. എല്ലാവരുമായിട്ട് വന്നു അല്ലേ? ഓക്കെ. എന്താ പഠിക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ലോജിസ്റ്റിക്സ് ആയിരുന്നു കോഴ്സ് കഴിഞ്ഞ്. ഏതാ യൂണിവേഴ്സിറ്റി? സാൽഫോർഡ് സാൽഫോർഡല്ലോ. കൂടുതലും നമ്മൾ സാൽഫോർഡ് വരാം കൂടുതൽ. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ? യൂണിവേഴ്സിറ്റി കുഴപ്പമില്ല. കോഴ്സ് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ PSW നിൽക്കുന്നു. അടുത്ത് ഇനിയും ജോലി നോക്കുന്നു. ഇപ്പോൾ വെയർഹൗസിൽ പോകുന്നു അല്ലേ? ഓക്കെ. ഇങ്ങനെ ഒരു മലയാളി കമ്മ്യൂണിറ്റിൻ്റെ ഒരു ആവശ്യകത എന്തൊക്കെയാണ്? നമുക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെയാണെന്ന് പറഞ്ഞാലും ജോലിക്കൊക്കെ റെഫറൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ജോലിയൊക്കെ ഒത്തിരി നോക്കുന്നുണ്ട്. റെഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പത്തിൽ ജോലി കിട്ടും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റി, ഒരു ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിലും ഇനി വരുന്നവർക്കാണെങ്കിലും ഹെൽപ്ഫുൾ ആവും അല്ലേ? അമൽ ബ്രോ മാറി എന്താ നിൽക്കുന്നത്? കറണ്ട് സ്റ്റുഡന്റ് എന്നിട്ടാണ് മാറിയെന്ന്? ഏത് യൂണിവേഴ്സിറ്റി? സാൽഫോർഡ്. ഓക്കെ. ഏതാ കോഴ്സ് ബ്രോ? ഈ സാൽഫോർഡ് പിള്ളേരല്ല, എല്ലാവരും സാൽഫോർഡാണ് അവിടെ. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് കോഴ്സൊക്കെ? എങ്ങനെയുണ്ട്? ഓക്കെ.
അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം? ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. പരിചയപ്പെടണം. ഹരിച്ചേക്കണ്ണെ അറിയാം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ബ്രോ, ഇപ്പോൾ ഇങ്ങനെയുള്ള മലയാളി കമ്മ്യൂണിറ്റികളുണ്ട് ഗുണങ്ങളും കാര്യങ്ങളും എന്തൊക്കെ പറയാമോ? പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതറിയാവുന്ന റിജോയ്സ് കുറച്ച് പാട്ടുകൾ പാടാമെന്ന ജിൻസോ, അതുപോലെ നമുക്ക് ഭക്ഷണം തയ്യാറാക്കി തന്ന ധനീഷ്, സൗത്ത് നിർമ്മിച്ചിട്ട് ധനീഷ്, എല്ലാവരെയും നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും പേര് പറയാൻ നമുക്ക് ഓർമ്മയില്ല. പ്രത്യേകിച്ച് നമ്മുടെ അഡ്മിൻ പാനലിൽ ഒരു മവേഷുണ്ട്. ഈ മവേഷിനെ ആരെങ്കിലും ഒരു ചടങ്ങ് നിന്നത് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് യൂട്യൂബിൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ 100K കഴിഞ്ഞ മവേഷിനെ ആരെങ്കിലും ഒരു ചടങ്ങും കൂടെ ഈ വേദിയിൽ നമ്മൾ നടത്തുന്നുണ്ട്. ഓട്ടോ സോഷ്യൽ മീഡിയയിൽ 3 ലക്ഷത്തിലധികം പരം അല്ലേ മവേഷ് സബ്സ്ക്രൈബേഴ്സുള്ള മവേഷിനെ ഇന്ന് നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. ആദ്യമായി മവേഷിനെ നമ്മൾ അതിന് അഭിനന്ദനങ്ങൾ നൽകുന്നു. ഏകദേശം ഒരേ കാലയളവിലാണ് ഞാനും മവേഷും, നമ്മളെല്ലാവരും ഏകദേശം അല്ലേ ഒരു 3 വർഷത്തിനപ്പുറമാണ്. കൊറോണ കാലഘട്ടത്തിലാണ് ഇവിടെ എല്ലാവരും ഈ കൂടിയിരിക്കുന്നതിൽ ഭൂരിപക്ഷം പേരും വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ചടങ്ങിൽ. അപ്പൊ അന്നും ഈ മവേഷ് അന്നൊരു സാധാരണ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു യൂട്യൂബറായിരുന്നു. പിന്നീട് നിസാര അവന്റെ പ്രോഗ്രാമിന്റെ കണ്ടന്റ് കൊണ്ടാണ് മവേഷിന് അത്ര പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റിയത്. അതിന് മവേഷ് വലിയൊരു കൺഗ്രാസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചുമായി ഇതില് നമുക്ക് 10 അഡ്മിന്മാരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ആദ്യം വെറും 4 പേര് വെച്ച് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഇംഗ്ലണ്ടിലെ മലയാളീസ് എന്ന ഗ്രൂപ്പ്. ഇന്നൊരു 100-ൽ പരം പേരായി ഒരു വലിയൊരു ഗ്രൂപ്പായി വളർന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇനിയും ഗ്രൂപ്പിലുള്ള ആളുകളും ഇനി വരാൻ പോകുന്ന ആളുകളും ഗ്രൂപ്പിൽ സജീവമാവുക. നമ്മുടെ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും. മലയാളികൾ പ്രവാസികളായി വന്നിട്ട് ജോലിയുടെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ മറ്റു പല പ്രശ്നങ്ങളുണ്ട്, പോലീസ് കേസ് വരെയുള്ള മലയാളികളുണ്ട് ഇവിടെ. അപ്പൊ അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള സഹായങ്ങളോ കാര്യങ്ങളോ അഡ്വൈസോ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിലൂടെ പറ്റും. കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ അതിന് പറ്റിയ ആളുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. ഒരു അഡ്വൈസ് തേടാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ എന്ത് ഹെൽപ്പിനും ഉള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിനെ ഫോം ചെയ്യുന്നത്. നമ്മൾ വളരെ വെരി സൂൺ നമ്മളത് ചാരിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവാണ് നമ്മുടെ ഈ സ്വന്തം ഗ്രൂപ്പ്. അപ്പൊ ഒരു മലയാളി കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ തന്നെ ഒരു ചാരിറ്റി ഓർഗനൈസേഷനായി ഇത്തരം പ്രോഗ്രാമുകളും കൂട്ടായ്മകളൊക്കെ നടത്തി എല്ലാവരും പരസ്പരം പരിചയപ്പെടുക, ഒരു കുടുംബം പോലെ കഴിക്കുക. നാട്ടിൽ നമ്മളെങ്ങനെയോ അതുപോലെയൊക്കെ തന്നെ. അതുപോലെ സ്റ്റുഡൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് പഠിക്കുക, പണിയെടുക്കുക, വിസ സംഘടിപ്പിക്കുക. ഇത്രയ്ക്ക് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ. കാര്യം ബിക്കോസ് UK ഇപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ UK ഒത്തിരി. ഇപ്പൊ നിങ്ങൾ പഠിച്ച മേഖലയിൽ വെച്ച് നമുക്ക് തൊഴിൽ നേടാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ പഠിക്കുക, പണിയെടുക്കുക, ഒരു വിസ സംഘടിപ്പിക്കുക, ഇവിടെ തന്നെ സെറ്റിൽ ആവുക. മവേഷിനെ ന്യൂ ഡ്രീംസിന്റെ മവേഷിനെ നമ്മൾ അറിയിക്കുകയാണ് ഇവിടെ. ഉദ്ഘാടനം കഴിച്ചിരിക്കുകയാണ്. ഇതിപ്പോ നമുക്ക് മവേഷിന്റെ പ്രിയതമ ചിത്രയ്ക്ക് കൊടുത്തിട്ട് ആ സന്തോഷം ഇനി അടുത്തായി മവേഷിന് ഒരു ചെറിയ ഗിഫ്റ്റ് ഇംഗ്ലണ്ടിലെ മലയാളി ഓക്കെ. മവേഷിന്റെ ആശംസ നൽകുന്നു. അടുത്തായി 2 വാക്ക് മവേഷ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ എൻ്റെ ശൈലി അങ്ങനെയാണ് പൊതുവെ തുടങ്ങാറ്. പക്ഷെ ഞാൻ മൈക്കൊന്നും ഇതുവരെ സംസാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പേടിയുണ്ട്. ഈ ഒരു ഇത്രയും സ്ക്രീനിൽ നിന്ന് നമുക്ക് പെർഫോം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുന്നതിൽ നല്ല വ്യത്യാസം ഉണ്ട്. ഇപ്പൊ മനസ്സിലായി.
ഈ ഒരു ഗിഫ്റ്റും അതുപോലെ തന്നെ ഈ ഒരു സെലിബ്രേഷൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു നമ്മൾ ആദരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ ജംബൂരി നൈറ്റ് ടീംസ്, ഇംഗ്ലണ്ട് മലയാളി ടീംസിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുമാത്രമല്ല ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഓരോ വ്യക്തികൾക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഈ ജംബൂരി നൈറ്റിൻ്റെയും ഈ ഗ്രൂപ്പിനെ കുറിച്ചും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറേ ഉദ്ദേശങ്ങളുണ്ട് ഈ ഗ്രൂപ്പിനെ കുറിച്ച്. ഈ ജംബൂരി നൈറ്റ് ജസ്റ്റ് ഒരു ഇവന്റ് ആണ്. ഇനി വരുന്നതാണ് നമ്മുടെ മെയിൻ കുറച്ച് ഇവന്റ്സും കാര്യങ്ങളെല്ലാം. പല ഉദ്ദേശങ്ങളുണ്ട്. നമ്മുടെ ഡിജിറ്റൽ പറഞ്ഞതുപോലെ തന്നെ ചാരിറ്റി നമ്മൾ ഒരു രജിസ്റ്റർ ചെയ്ത് അതിന് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട് എല്ലാവരുടെ സഹായത്തോടു കൂടി. ഇവിടെ നമുക്കറിയാം നാട് വിട്ട് നാട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ പല അങ്ങനത്തെ പ്രോബ്ലംസും കാര്യങ്ങളും പല ഫേസ് അന്നൊന്നും നമുക്ക് ആരെയും വിളിച്ചു പറയാനോ വിളിക്കാനോ ഒന്നും ആൾക്കാരുണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ സ്റ്റുഡൻസ് ആവട്ടെ പ്രൊഫഷണൽസ് ആവട്ടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഇതിന് വലിയൊരു വ്യത്യാസം ഉണ്ടാകും. അതിനുള്ള മാക്സിമം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഗ്രൂപ്പിനെ വളർത്താനായിട്ട്. അത് മാത്രമല്ല ഗ്രൂപ്പ് വളർത്തുന്നതിനൊപ്പം തന്നെ ഗ്രൂപ്പിന് മെമ്പേഴ്സിനും നമ്മൾ വളർത്തണം. അത് മാത്രമല്ല അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. അതിനെല്ലാം നമ്മൾ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൂടെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇങ്ങനൊരു സാധ്യത തന്നതുകൊണ്ട് വളരെ സന്തോഷം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, കുറെ സ്റ്റുഡൻസും മറ്റു എല്ലാവരും വന്നിട്ടുണ്ട്, പ്രൊഫഷണൽസ് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെയാണ് മലയാളികൾക്ക് ഒരു ചെറിയൊരു നമ്മൾ അങ്ങോട്ട് കയറി മിണ്ടിയില്ലെങ്കിൽ ആരും മിണ്ടാൻ വരില്ല. അപ്പൊ ആ ഒരു അപ്രോച്ച് മാറ്റി നമ്മൾ എല്ലാവരും പരസ്പരം ഇങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടുക. കാരണം ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രൂപ്പ്. കാരണം പരിചയപ്പെടുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് മനസ്സിലാവും. സഹായിക്കാൻ പറ്റുന്നവർക്ക് സഹായിക്കും. ഓക്കെ. എന്നാലും താങ്ക് യു. നമ്മുടെ ഫുഡെല്ലാം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ കിച്ചൺസ് ആട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി, അതേപോലെ തന്നെ നൂലപ്പം, മട്ടൺ സ്റ്റൂ, അതേപോലെ ചിക്കൻ കൊണ്ടാട്ടം, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ചെറിയൊരു ഫുഡ്. നമ്മൾ ചെറിയൊരു പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തത്, ആദ്യത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ മെനു. വരുന്ന പ്രോഗ്രാമുകൾക്ക് നമുക്ക് കുറച്ചും കൂടി ഉഷാറാകാം. ഇവരാണ് നമ്മളുടെ കാറ്ററിങ് എടുത്തിരിക്കുന്നത് കേട്ടോ, സൗത്ത് ഇന്ത്യൻ കിച്ചൺ. നമുക്ക് മാഞ്ചസ്റ്ററിൽ തന്നെയാണ് അവരുടെ ടേക്ക് അവേ. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. എന്തായാലും എൻജോയ് ചെയ്യാം. നമ്മൾ ലക്കിഡ്രോ ഒരു ഭാഗ്യവാന് കൊച്ചു സോറി പൊക്കോ, നീ എവിടെ ഇരുന്നോ? കഴിഞ്ഞു നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. പൊക്കോ. ജെസ്സി സൂപ്പർ, അടിപൊളി. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം തുടങ്ങി, നമ്മൾ ഡി ജെയിലേക്ക് എത്തി. അപ്പോഴേക്കാണ് ആൾക്കാരെല്ലാം വൈബായി വന്നത്. എല്ലാവരും നല്ല ഓണായിരുന്നു. പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതിനകത്ത് വന്ന എല്ലാ മെമ്പേഴ്സിനും നമ്മൾ നേരിട്ട് കണ്ടതിലും പരിചയപ്പെട്ടതിലും എല്ലാം ശരിക്കും വലിയൊരു കാര്യമായിട്ടാണ്. ഇതേപോലുള്ള ഇവൻറ്റ്സ് ഇനിയും നമ്മൾ കൊണ്ടുവരും, ഇങ്ങനെയുള്ള കൊണ്ടുവരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെല്ലാവരും പരസ്പരം പരിചയപ്പെട്ട് നമുക്കിവിടെ പല ഹെൽപ്പുകളും കാര്യങ്ങളെല്ലാം വേണ്ടി വരും. അപ്പോൾ അതിനെല്ലാം നമുക്കിങ്ങനെയുള്ള ഇവൻറ്റ്സും കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ നമ്മൾ ഗുണം ചെയ്യും. അപ്പോൾ എന്തായാലും അവരടിച്ചു പൊളിക്കട്ടെ. വീഡിയോ കണ്ടു.
പ്രോഗ്രാം കുഴപ്പമില്ല, അത്യാവശ്യം വൈബായിരുന്നു. സംബന്ധിച്ച് നമ്മളൊരു ചെറിയൊരു ഗെറ്റ് ടുഗദറാണ് പ്ലാൻ ചെയ്തത്, ഒരു 30 പേരുടെ. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു ജംബൂരി നൈറ്റ് ഉണ്ടാക്കിയ കഥ ഇല്ലെങ്കിൽ ഉണ്ടായ കഥ ഞാൻ പറഞ്ഞുതരാം. കാരണം വെച്ചാൽ നമ്മളൊരു ഗ്രൂപ്പുണ്ട്, സോ ഒരു അഡ്മിൻ ഗ്രൂപ്പുണ്ട്, ഒരു 10 പേരുടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അത് ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ അതൊരു ജംബൂരി നൈറ്റ് നമ്മൾ ഒരു എല്ലാവർക്കും വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ലാസ്റ്റ് മിനിറ്റിലായിരുന്നു നമ്മളിതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എത്തുന്നത്, അതായത് എൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ എത്തുന്നത്. അപ്പോൾ ഈ ജംബൂരി നൈറ്റ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലാനും ഇല്ല. അതിന് മുമ്പ് ഇങ്ങനെ ഒരു ഈവൻറ്റ് കോർഡിനേറ്റ് ചെയ്തതും കണ്ടക്ട് ചെയ്തതുമായിട്ട് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോർഡിനേഷനായിട്ടൊന്നും ഒരു പ്ലാനും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത, പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊരു 30 പേര് പ്ലാൻ ചെയ്തെങ്കിലും ഏകദേശം ഒരു 45-50 താഴെ നമ്മൾ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമൊക്കെ, അതായത് പറഞ്ഞാൽ ഒരു 3 സ്റ്റാർ ഹോട്ടലിലാണ് നമ്മൾ ഈ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നത്. ഇതിന് ശേഷം ഒരുപാട് പേര് ബുക്കിങ്ങിന് വേണ്ടി കോൺടാക്ട് ചെയ്തായിരുന്നു. നമുക്കറിയില്ല, ഈ ഹോളിനെ കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു 40-50 പേർക്ക് അത് ലിമിറ്റ് എന്നുള്ള പ്ലാൻ. പക്ഷേ ഹോള് വലുതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ, കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. നിറയെ കാര്യങ്ങളുണ്ട്, പക്ഷേ ഇത് വെറും തുടക്കമാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരുപാട് വിഷനുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. അതായത് ഇവിടെ വരുന്ന സ്റ്റുഡൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആവട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ, സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഇൻറ്റൻഷൻ. കാരണം വെച്ചാൽ നമ്മൾ വന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് കിട്ടിയിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്ത് പലരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്തൊന്നും നമുക്കിവിടെ അറിയില്ല. ഇവിടെയുള്ള ആൾക്കാർ പറയുന്ന ചില തള്ളുകൾ മാത്രമേ നമുക്ക് അറിയായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു ഗ്രൂപ്പായി, ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. സോളിസിറ്റേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ മോർഗേജ് അഡ്വൈസേഴ്സ് ഉണ്ടാവും. അങ്ങനെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പലരും ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് വെറും 10 പേര്, ഇപ്പോൾ ഏകദേശം 100 പേരും കണ്ടായിട്ടുണ്ട് ഗ്രൂപ്പ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇത് വളരും. ഇതിൻ്റെ ഉദ്ദേശം അതാണ്. പക്ഷേ ഇതിനകത്ത് കുറേ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആൾക്കാരാണെങ്കിലും നമുക്കൊരു മലയാളികൾക്കൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും വന്നിട്ട് ഇങ്ങോട്ട് മിണ്ടട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണുള്ളത്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വേണം, സ്റ്റുഡൻ്റായിട്ട് വരുന്നവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ കൂടി അത് കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് കയറി മുട്ടണം. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഗെറ്റ് ടുഗദർ. പേടിക്കണ്ട, നിങ്ങൾ ഇപ്രാവശ്യം മുട്ടാൻ പറ്റിയില്ലെങ്കിൽ മുട്ടാൻ പറ്റുന്ന അടിപൊളി ഒരു ഓണപ്പരിപാടിയായിട്ട് വരുന്നുണ്ട്. ഏകദേശം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 100 പേര് ഒക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാമിന്. ഒരു വലിയൊരു പ്രോഗ്രാമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സെപ്റ്റംബർ 9-ാം തീയതി നമ്മളൊരു ഓണപ്പരിപാടിയും സെറ്റ് ചെയ്യുന്നുണ്ട് മാഞ്ചസ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. കാരണം ഇത് മാത്രമല്ല, നമ്മുടെ ഇംഗ്ലണ്ടിലെ മലയാളീസ് ഗ്രൂപ്പ് കൂട്ടായ്മയും നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ നമുക്ക് എന്താ പറയുക, സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറേ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് അതുണ്ടാവും. കാരണം ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, സംഘടിപ്പിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം മറക്കുക, കയറി വരിക. നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് പറ്റുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങൾ ഈ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ.